ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോകമാസകലം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും രൂക്ഷമായ കലാപമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഒരു വർഷം മുമ്പ് ബംഗ്ലാദേശിൽ മതമൗലികവാദികളുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന ഓമന പേരിട്ട് വിളിച്ചിരുന്ന കലാപം, ആ കലാപത്തെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് പോവേണ്ടി വന്നത്. അവർക്ക് ഇന്ത്യ അഭയം കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭരിക്കുന്നത്. ആർക്കെതിരായിട്ടാണോ ബംഗ്ലാദേശ് രൂപം കൊണ്ടത്, അതേ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിലെ കലാപത്തിന് നേതൃത്വം കൊടുത്ത മതമൗലികവാദി പാർട്ടിയായ NCPയുടെ ഒരു നേതാവ്, വിദ്യാർത്ഥി സംഘടനാ നേതാവെന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹത്തെ അജ്ഞാതർ വെടിയേറ്റ് കൊല ചെയ്തിരുന്നു. ഇതിന്റെ പിറകിൽ ISI ആണെന്നാണ് പറയുന്നത്. ഇതുവരെ ഇയാളെ കൊല ചെയ്തത് ആരാണെന്ന് ബംഗ്ലാദേശിലെ സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിന്റെ പിറകിൽ ISI തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ദുഃഖിപ്പിച്ച ഒരു കാര്യം, ഈ സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ മതമൗലികവാദികൾ, മുസ്ലിം മതമൗലികവാദികൾ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. അതിൽ ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത് ദീപു ചന്ദ്രദാസ് എന്നറിയപ്പെടുന്ന 27കാരനായ ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ മതനിന്ദ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് തല്ലി കൊന്ന് കെട്ടിത്തൂക്കി, അല്ലെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ കെട്ടിത്തൂക്കി തീയിട്ട് കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഏറ്റവും വളരെ ആസൂത്രിതമായ ഭീകരമായൊരു പ്രവർത്തനമായിരുന്നു അത്. എല്ലാവരെയും ഞെട്ടിത്തെറിപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ പല ഭാഗത്തും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. ഡൽഹിയിലെ ബംഗ്ലാദേശ് എംബസിക്ക് മുമ്പിൽ പ്രതിഷേധമുണ്ടായി, ബംഗാളിൽ പ്രതിഷേധമുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവത്തെ അതിന്റെ ഗൗരവം കുറച്ച് കാണാനാണ് ബംഗ്ലാദേശിലെ സർക്കാർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് പറയുന്നത്. നേരത്തെ തന്നെ ബംഗ്ലാദേശിൽ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ബുദ്ധ ആരാധനാലയങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം നടന്നിരുന്നു. മുസ്ലിങ്ങളിൽ തന്നെയുള്ള അവാന്തര വിഭാഗത്തെ ഒക്കെ ആക്രമിച്ചിരുന്നു. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. നിരവധി പേരെ കൊലപ്പെടുത്തിയിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദീപു ചന്ദ്രദാസിന്റെ. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ദീപു ചന്ദ്രദാസിനെ കൊലപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അതായത് അദ്ദേഹത്തിന്റെ സഹജീവനക്കാർ തന്നെ കൂട്ടുനിന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. പലരും പറയുന്നത് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പറയുന്നത്. കാരണം പോലീസുമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നതും എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതും 4-5 പോലീസുകാർ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഈ പോലീസിന്റെ പിടിയിൽ നിന്ന് ഇവരെ ഗുണ്ടകൾക്ക് വിട്ടുകൊടുക്കുകയാണ്, അക്രമകാരികൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുള്ള രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് വൈകുന്നേരം 4 മണിക്കാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന ഫാക്ടറിയിൽ കുഴപ്പങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മാനേജ്മെന്റ് ഇതിന് കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. കാരണം മാനേജ്മെന്റ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ രാജിവെപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. രാജിവെപ്പിച്ച് അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നു. അപ്പൊ പുറത്തേക്ക് വിടുന്ന സമയത്ത് അക്രമികൾ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്ത് രണ്ടാമത്തെ ഷിഫ്റ്റിലുള്ള ആളുകളും വന്നു, ഇസ്ലാമിക ഭീകരന്മാരും വന്നു, അവരൊക്കെ ചേർന്ന് ആക്രമിക്കുന്നു. ഈ സമയത്ത് കൃത്യമായിട്ട് ഈ ഫാക്ടറി അധികൃതർ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് 8 മണിയോടുകൂടി മാത്രമാണ്, 4 മണിക്ക് സംഭവം തുടങ്ങിയിട്ട് 8 മണിയോടുകൂടി മാത്രമാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. മൈമൻസിംഗ് നഗറിൽ നിന്ന് ഡാക്കയിലേക്കുള്ള ഹൈവേയിൽ 10 കിലോമീറ്ററോളം റോഡ് ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ പോലീസിന് എത്താൻ വൈകി. പോലീസ് എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന് നേരെയുള്ള ആക്രമണം നടന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പലരും ആരോപിക്കുന്നത് പോലീസും ഈ ആൾക്കൂട്ടവും തമ്മിൽ സഹകരിച്ചിരുന്നു, ആൾക്കൂട്ടത്തിന് പോലീസ് ഇയാളെ വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന് പറയുന്ന ആളുകളുമുണ്ട്. എന്ത് തന്നെയായാലും ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിന് ഉത്തരവാദികളാണെന്ന് കരുതുന്ന മുഹമ്മദ് അലംഗീർ ഹസൻ, മുഹമ്മദ് മിറാജി ഹസൻ തുടങ്ങിയ ഫ്ലോർ മാനേജർ, ക്വാളിറ്റി മാനേജർ തുടങ്ങിയ കമ്പനിയിലെ ആളുകളെ വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുറത്തുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് കമ്പനിയുടെ ആളുകളുടെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ അവർ ഇതിനകത്ത് ഉപേക്ഷ കാണിച്ചു, പോലീസിനെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചു എന്നാണ് പറയുന്നത്. എന്ത് തന്നെയായാലും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. കാരണം ഒരു മതത്തിന്റെ പേരിൽ, മതവർഗീയവാദികളുടെ അഴിഞ്ഞാട്ടത്തിന് തങ്ങളുടെ സഹജീവനക്കാരെ വരെ വിട്ടുകൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അവിടുത്തെ ആളുകളൊക്കെ അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഫേസ്ബുക്കിൽ മതനിന്ദ നടത്തിയെന്നാണ്. പക്ഷെ അങ്ങനെ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഇദ്ദേഹത്തിനെതിരെയുള്ള മതനിന്ദ ആരോപണം വ്യാജമാണ്. അപ്പം ഒരു വ്യാജമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരാളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി തീയിട്ട് കൊല്ലുകയായിരുന്നു
ബംഗ്ലാദേശിൽ നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ വില കുറച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ഇതിന്റെ ഗൗരവം കുറച്ച് കാണിക്കാനാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.